ഹലോ, വെൽക്കം ടു വേസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിരപ്പള്ളിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി ഷോർട്ട് വീഡിയോയ്ക്കുള്ളത് ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ എടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ഫൂട്ടേജസ് കൂടുതലായി. അപ്പോൾ ശരി, അപ്പോൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഈ ഫോർമാറ്റിൽ കേട്ടോ. അപ്പോൾ നമ്മൾ അതിരപ്പള്ളിക്ക് ഒരു 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാമിലിയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങളാണ് ലേറ്റ് ആയത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ് ടൈമായി, ഒരു 4-4:30 ആയി ഞങ്ങൾ ശരിക്കും വീട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ അവർ റൂമൊക്കെ കയറി ചെക്കിനൊക്കെ ചെയ്ത് ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞങ്ങൾ അവിടേക്കാണ് പോയത്. റൂമിലേക്ക് പോകാൻ നിന്നില്ല, നേരെ അവരുള്ള സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ ഇത് നമ്മൾ അതിരപ്പള്ളിക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനെ സൈഡിലായിട്ട്, റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ചാലുകൾ പോലെ, ഇങ്ങനെ നീർച്ചാലുകൾ ഇങ്ങനെ കാണാം. വാഴച്ചാലിൻ്റെ ഓരോ ഭാഗങ്ങൾ അവിടെ ഇങ്ങനെ നിറയെ ഇങ്ങനെ ചെറിയ ഉരുളൻ കല്ലുകളും പാറക്കെട്ടുകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോകുന്നത് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാം ഓരോ സ്പോട്ടിലും ആൾക്കാർ വണ്ടി നിർത്തിയിട്ടും അവിടെ അങ്ങനെ പോയി റെസ്റ്റ് ചെയ്യുന്നതും വെള്ളത്തിലിറങ്ങി കളിക്കുന്നതൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ അതേപോലുള്ളൊരു സ്പോട്ടാണ്. അപ്പം ഞങ്ങൾ മുന്നേ ആണെങ്കിൽ ഇതുപോലെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊരു മഴക്കാലമായിരുന്നു. ഇപ്പോൾ പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് അത്ര അധികം വെള്ളമില്ലാത്തൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോകാൻ നിന്നില്ല, നമ്മൾ ഇവിടെ ഇറങ്ങി. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചൂടിൽ നിന്ന് കുറച്ചൊരു ആശ്വാസമാണ് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം അവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അധികം കൊണ്ട് ഇറങ്ങാൻ നിന്നില്ല. അത്രയ്ക്കധികം ആഴം ഒന്നുമില്ല, പക്ഷെ എന്നാലും നടക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. പാർക്കെട്ടുകളിലൊക്കെ കുറച്ച് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം അവിടേക്ക് നിന്ന് എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തം വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. രസമാണ്, നല്ല വെള്ളമാണ്. ആൾക്കാർ ഇങ്ങനെ ഒരുവിധം വരണവരൊക്കെയും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അത്ര കുഴപ്പമൊന്നുമില്ല, സേഫായിട്ടുള്ള സ്പോട്ടാണ്. ഒന്നും ശ്രദ്ധിച്ചാൽ മതി നടക്കുമ്പോൾ ഒക്കെ. നമുക്ക് ആ കല്ലുകളിലേക്കൊക്കെ പിടിച്ച് നടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു ഹോം സ്റ്റേ ആണ്, 2 ബെഡ്റൂം വരുന്ന ഹോം സ്റ്റേ. അവിടെ തന്നെ കിച്ചണും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് വേണമെങ്കിൽ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഫ്രിഡ്ജും അത്യാവശ്യം കുക്കിങ്ങിന് വേണ്ട എല്ലാ പാത്രങ്ങളും എല്ലാം ഉണ്ട്, ഗ്യാസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കത് വേണ്ട പോലെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതതിൻ്റെ റൂഫ് ടോപ്പാണ് വീടിൻ്റെ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനൊരു ടെറസിൻ്റെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമുക്ക് ഡൈനിങ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ചെറിയൊരു കൂടാരം, ഊഞ്ഞാലും ഒക്കെ ആയിട്ട്, പിന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേരെല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയി, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമറ്റ് നമ്മുടെ അവിടത്തേനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഈസ്റ്ററിൻ്റെ അന്നാണ് ശരിക്കും പോയത്. എനിക്ക് ഇന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയത്. ഇപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് ആണ് നമ്മൾ പോയത്, സൺഡേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൺഡേ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മളിത് ആ രാത്രിയിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും പിന്നെ ചിക്കൻ വറുത്തതും ഒക്കെ വയ്ക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്നെ അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ എക്സ്ട്രാ പാത്രങ്ങളോ ഇനിയിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ കുക്കിംഗ് കഴിഞ്ഞ് രാത്രി എല്ലാവരും ടെറസിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ തിരക്കുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലെ ഒരു ദിവസം എടുത്ത് അതൊരു നല്ലൊരു റിലാക്സേഷനാണ്, മെൻ്റലി ആണെച്ചെങ്കിലും. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടിയിട്ടിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ്. എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു റിലീഫായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പാട്ട് കച്ചേരിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാടണം നിർബന്ധമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മൈക്ക് മാറി കൊടുത്തിട്ട് പാടിക്കൊണ്ടിരിക്കും. മൈക്കൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഓരോരുത്തരെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പ്ലേ ചെയ്യാത്തത് നമുക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് 2 പേരും ഒന്ന് മൂളി. അപ്പോൾ അത് ആളാണ് നമ്മുടെ മെയിൻ കോർഡിനേറ്റർ, നമ്മുടെ ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടൊക്കെ മാറി, ഡാൻസൊക്കെ ആയി. എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അതായത് പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണി ടൈമാണ്. ഭയങ്കര കോടയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഈ ചൂടിനെ തൃശ്ശൂർ ടൗണിലത്തെ ചൂട് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിരുന്നു. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നല്ല രീതിക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികളുണ്ട് വീടിന് ചുറ്റും, നല്ല രസമുണ്ട്. ഇത് അവിടെ നിന്ന് തന്നെ കയറിപ്പോയിട്ടുള്ളൊരു ഭാഗമാണ്. നിറച്ചിങ്ങനെ റബ്ബറാണ് ഒരു സൈഡിൽ. കാറ്റ് ക്ലോഡ് ഫ്ലവറാണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. വീടുമ്പോൾ മൊത്തം പടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ അവിടെ തന്നെയുള്ള മറ്റ് ചെറിയ ഹോം സ്റ്റേകളാണ്. ഇതൊന്നും എല്ലാത്തിനെയും പണി പൂർത്തിയായിട്ടില്ല, പുതിയൊരു ഹോം സ്റ്റേ ആണ് അവിടെ. പിന്നെയും ഉണ്ട് പൂളുള്ള ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട്.
കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ മുട്ടയും ബ്രെഡൊക്കെ വാങ്ങിച്ചു കൊടുന്ന് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും ചെക്കൗട്ട് ചെയ്യണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ പോകണമായിരുന്നു, ഓഫീസിലേക്ക് പോകണമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോന്നു. അപ്പോൾ പെറ്റൽ റെസിഡൻസി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ 5000 രൂപയാണ് ഒരു ദിവസത്തെ സ്റ്റേക്കേഷൻ വരുന്നത്. എന്തായാലും നല്ലൊരു സ്റ്റേ തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.